നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് 3200 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വിഷയം നമ്മൾ എപ്പോഴും തന്നെ ഫറോവ അല്ലെങ്കിൽ ഈജിപ്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രവാചകനെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. എപ്പോഴും അതാണ് ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരും അതുപോലെ പിന്നെ ഇസ്രായേലികളും ഒക്കെ പറയുന്ന മോസ എന്ന് പറയുന്ന മൂസ നബി. ഇസ്രായേലികളായിരുന്നു അക്കാലത്ത് പിന്നെ 6ാം സിവിലൈസേഷൻ്റെ കാലഘട്ടം. ഒരു സിവിലൈസേഷൻ ഉണ്ടാവും ഓരോ കാലഘട്ടത്തിലും. ഇപ്പോൾ ഹാരപ്പ നാഗരികത എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുത്ത പല പുരാതന കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതിനെയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. എഗോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ. 3200 വർഷം മുമ്പ് ആണ് മൂസ നബി ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് പിന്നീട് ഖുർആൻ പറയുന്നു ഫറോവ എന്ന് പറയുന്നൊരു രാജാവായിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ അക്കാലത്ത് തന്നെ ഇസ്ലാം ദീന് ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് മൂസ നബിയാണ്. അപ്പോൾ ആ കാലത്തിൽ പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു മുഖമുദ്ര എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ അവർ ആരാധിക്കാറില്ല. മനുഷ്യ ദൈവങ്ങളെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പാടുമില്ല. പക്ഷേ അവിടെ ഫറോവ പറഞ്ഞിരുന്നത് ഞാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. നൈൽ നദിയിലൂടെ ഒഴുക്കപ്പെട്ട ഒരു കിടാവായിരുന്നു മൂസ നബി. അതിൻ്റെ കഥയുടെ പിൻവശത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇവിടെ ആൺകുട്ടികളായിട്ട് ഇനി ആരും തന്നെ വേണ്ട, ഞാൻ മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു ഫറോവ പറഞ്ഞിരുന്നത്. ഫറോവ വിചാരിച്ചിരുന്നതോ തൻ്റെ മരണത്തോടുകൂടി ഭൂമി തന്നെ ഇല്ലാതാകുമെന്നായിരുന്നു. ഞാൻ ഫറോവയെ കുറ്റം പറയില്ല, കാരണം ഇപ്പം നമ്മളെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ധാരാളം പണമുണ്ട്. അമേരിക്കയിൽ നിന്നും ദുബൈയിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ സ്വിറ്റ്സർലൻഡിൽ നിന്നും പിന്നെ പല രാജ്യങ്ങളിൽ നിന്നും പണം ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബത്തിനും ഒരിക്കലും തന്നെ മരണമില്ല, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ശരി എന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിന് ഫറോവയെ പറയുന്നു? ഫറോവ ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ 1974 എന്നൊരു പാസ്പോർട്ട് അദ്ദേഹത്തിന് കാണാം. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധയാകർഷിച്ചത് പൊന്നാനിയിൽ നിന്നുള്ള ഒരാളുടെ ഒരു ഷോർട്ടാണ്. അതിലാണ് ഇങ്ങനെ ഒരു പാസ്പോർട്ട് ഈ 1974 സ്പെയിനിൽ നിന്ന് ഫറോവക്ക് കിട്ടുന്നു എന്ന് പറയും. എന്തൊരു അത്ഭുതം! ഏതോ കാലത്ത് മരണപ്പെട്ടു പോയി, 3200 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ, അതും ചെങ്കടലിൽ അകപ്പെട്ടു പോയി എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ചെങ്കടലിൽ, അതായത് പിന്നെ മൂസ നബിയെയും അനുയായികളെയും കൊല്ലുവാൻ വേണ്ടി ചെങ്കടലിലേക്ക് ഓടിക്കുകയും ചെങ്കടലിനെ മറികടക്കാൻ ശ്രമിക്കുന്ന മൂസ നബിയെയും പടയാളികളെയും പിന്തുടർന്ന് ഫറോവ ചെങ്കടലിൽ മുങ്ങിത്താഴുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അത് എക്കാലവും നിന്നെ ജനങ്ങൾ ഓർമ്മിപ്പിച്ചു വെക്കാൻ ഞാൻ നിന്നെ ബാക്കി വെക്കുന്നതായിരിക്കും എന്ന്. ഇതാ ബാക്കി വെച്ചിരിക്കുന്നു. ഇത് മറ്റേ തമ്പനയിലെ മറ്റേ കൊല്ലങ്ങളെ പറ്റി ശ്രദ്ധിച്ചില്ല. 1974 അദ്ദേഹത്തിന് സ്പെയിനിലേക്ക് പോകാൻ ഒരു പാസ്പോർട്ട്. നമ്മൾ ആരെങ്കിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ചീഞ്ഞളിഞ്ഞ സംഭവങ്ങളോ ബാക്കിയിരിക്കുന്നുണ്ടോ ലോകത്ത്? ഈ ലോകത്തെ തന്നെ നടുക്കി വിറപ്പിച്ച ആളാണ് ഫറോവ എന്ന് പറയുന്നത്. ഇതാണ് ഇതിനർത്ഥം. അള്ളാഹു എവിടെ? കാണിച്ചു തരൂ എനിക്ക്, ഞാൻ തന്നെയാണ് അള്ളാഹു, അതിനപ്പുറത്തേക്കൊരു അള്ളാഹു ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ ഫറോവയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ പറയുന്നു,
നിന്നെ എക്കാലവും ഞാനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ശവശരീരം വരെ ഞാൻ അഴുകാതെ സൂക്ഷിക്കുമെന്നാണ്. അപ്പോൾ അഴുകാതെ സൂക്ഷിച്ചിരുന്ന ആ ശവശരീരം സ്പെയിനിലേക്ക് കൊണ്ടുപോകേണ്ടി വന്ന സമയത്ത് 1974 ജഡമായാലും ശരി ജീവനുള്ളതായാലും ശരി അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. സ്പെയിനാണ് പറഞ്ഞത്. ശരി, സ്പെയിനിൽ നിന്ന് അദ്ദേഹത്തിനൊരു പാസ്പോർട്ട് ഉണ്ടാക്കി. ആ പാസ്പോർട്ടിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ തമ്പനയിൽ കാണുന്ന പാസ്പോർട്ട്. അവിടെ കിടക്കുന്ന ആളാണ് നമ്മുടെ ഫറോവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ഖുർആനിൽ പറയുന്നത്. ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുക. പിന്നീടും പ്രവാചകന്മാരുണ്ടായി. ലാസ്റ്റ് പ്രവാചകൻ മുഹമ്മദ് നബിയിലൂടെ നമ്മൾ അറിയുന്നു, പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയുന്നു, ചെങ്കടലിൽ മുങ്ങിത്താഴുന്ന അള്ളാഹുവിനെ ധിക്കരിച്ച രാജാവിനെ നിങ്ങൾ അറിയുമോ എന്നാണ്. അങ്ങനെ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മരണത്തിൻ്റെ ഭീതി കടത്തിവിടാൻ സാധിച്ച ഏക കിതാബുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാകുന്നു. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു അത് ഖുർആൻ മാത്രമായിരുന്നു. ബിക്കോസ് അത് എല്ലാവരിലും ഭയം ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് ഖാല റസൂലുള്ളാഹി. തനിക്ക് വന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾ മുഴുവൻ അതിൽ മാത്രം വിശ്വസിക്കുക. അതായത് എനിക്ക് 2 കോടി രൂപയുടെ കാറുണ്ട്, 6 കോടി രൂപയുടെ ഭൂമിയുണ്ട്, 3 കോടി രൂപയുടെ ബിൽഡിങ്ങുണ്ട്, എനിക്ക് വീടുണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട്, എന്നെ നോക്കാൻ ധാരാളം ആളുകളുണ്ട് എൻ്റെ ചിറ്റയ്മക്ക്. ഇനി എനിക്ക് എല്ലാവിധ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങളും ഒക്കെ ഞാൻ തന്നെ എൻ്റെ രാജ്യത്തുണ്ടാക്കുന്നു, ഞാൻ തന്നെ തിന്നുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശരിയാണോ? അങ്ങനെ പൂർണ്ണ അധികാരം കിട്ടിയ ഒരു പ്രവാചകൻ വരെ പറഞ്ഞിട്ടില്ലാത്തത്. ആരാണ് ആ പ്രവാചകൻ എന്ന് പറയുന്നത്? കിങ് സോളമൻ എന്ന് പറയുന്ന സുലൈമാൻ നബി. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്ത് നിങ്ങൾ ശ്രദ്ധയിലേക്കാണ് അത്. നിങ്ങളുടെ അഹംഭാവം കാണുമ്പോൾ എനിക്ക് ചിരി വരികയും ചെയ്യുന്നു. നിങ്ങൾ മനുഷ്യരല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ഇതുവരെ സ്മരിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹു എന്ന് പറയുന്നത് എന്ത്? അതൊരു വസ്തുവല്ല. ഈ ടൈം തന്നെയാണ് അള്ളാഹു എന്നാണ് ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സഹാബത്തിനോട്. ശരിയാണത്. ഈ ടൈം തന്നെയാണ് അള്ളാഹു. ഈ സ്പേസ് തന്നെയാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള പിന്നെ ഐൻസ്റ്റീൻ പറയുന്നത് ഈ സ്പേസിൽ നമ്മൾ നിൽക്കുന്നത് എങ്ങനെ? പരിശുദ്ധ ഖുർആനിൽ ചോദിച്ചതാണ്. ഈ സ്പേസിൽ, അതായത് ഭൂമിയുടെ അടിയിലേക്ക് തുരന്നു പോയാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ആകാശം കിട്ടും. അപ്പോൾ ആകാശത്തിന് മീതെയാണ് നമ്മൾ ഇരിക്കുന്നത്, അതായത് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ചന്ദ്രനിൽ പോയാൽ നമ്മൾ പിന്നെ നമ്മുടെ ഭൂമിയെ കാണുന്നത് മേലെ ആയിരിക്കും. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ കാണുന്നത് മേലെ ആയിരിക്കും. അപ്പോൾ ഓരോ ഗ്രഹത്തിൽ നിന്ന് നോക്കുമ്പോഴും നമ്മൾ മേലെ മേലെ വരുമ്പോൾ നമ്മൾ എവിടെയാണ് സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്? വായുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നോ നിങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ആരോട്? ഗ്രഹങ്ങളോട്. അപ്പോൾ ഗ്രഹങ്ങളോട് അള്ളാഹു സംസാരിക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഷ അറിയാമോ? പൂർണ്ണമായും ഐൻസ്റ്റീൻ പറയുന്നു, പിന്നെ കാണുന്ന പുഷ്പലതാദികൾ മുതൽ അണു ആയിട്ട് ഇരിക്കുന്ന വസ്തു വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാവുന്നു. നിങ്ങൾ അന്വേഷിച്ചിട്ട് മെനക്കെട്ട് പോകേണ്ട ആവശ്യമില്ല. അള്ളാഹു എന്ന 3 അക്ഷരത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരൂ എന്നാണ് റസൂൽ പറഞ്ഞത്. കണ്ണി കണ്ടതിലൊന്നും വിശ്വസിച്ചിട്ടോ പോത്തിലോ കഴുതയിലോ ബിംബങ്ങളിലോ ഒന്നും വിശ്വസിച്ച് വെറുതെ നേരം കളയണ്ട. നിങ്ങൾ നേരെ നിങ്ങളുടെ ഈമാനിലേക്ക് വരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താതെ ജീവിക്കൂ എന്നാണ് പറഞ്ഞത്. ശാസ്ത്രം നമ്മൾ അറിയും തോറും അള്ളാഹുവിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതായത് വിവരമില്ലാത്തവരാണ് ഈ അഹംഭാവം കാണിക്കുന്നത് എന്നർത്ഥം. നിങ്ങൾ ശരീരത്തിലേക്ക് നോക്കൂ, നിങ്ങൾ ശരീരത്തിൻ്റെ നഖങ്ങളിലേക്ക് നോക്കൂ എന്ന് ഖാല റസൂലുള്ളാഹി. എവിടുന്നാണ് ഈ നഖത്തിൻ്റെ ആരംഭം എന്ന്? ഇത് എല്ലല്ല. ഇന്ന് എൻ്റെ 5 വിരലിൽ കാണുന്നതൊന്നും ഈ എല്ലല്ല.
എങ്കിൽ എല്ലാണെങ്കിൽ എല്ല് പുറത്ത് എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്നാണ്. അതായത് എല്ലിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നഖങ്ങളാണ്. കണ്ടില്ലേ? എനിക്ക് പ്രായമായി വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എൻ്റെ മുടികൾ. കണ്ടില്ലേ? കറുപ്പ് നിറം എന്നത് എവിടെ പോകുന്നു? അപ്പം ഞാൻ പറയുകയാണ്, ഇന്ത്യ മുഴുവൻ എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ? അഥവാ എൻ്റേതാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാമോ എന്നാണ് റസൂൽ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളിൽ പാവങ്ങളായി ജീവിച്ചു വന്ന ഏക പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സിംഹാസനങ്ങൾ ഉണ്ടാക്കിയിട്ട് കുത്തുപോകാൻ കഴിയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനം മട്ടൽമേൽ നിന്നുകൊണ്ട് കുത്തുബ നിർവഹിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ആകർഷിച്ചതാണ് ഖുർആനിലേക്ക്. ഏതൊരു മനുഷ്യൻ വന്നാലും അവന് പണം, പെണ്ണ്, മദ്യം എന്ന് കണ്ണി കണ്ട് എല്ലാത്തിലേക്കും പിടിച്ചടക്കണം എന്ന് വിചാരിച്ച് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഏക മനുഷ്യൻ, അതായത് സത്യവിശ്വാസികൾക്ക് ഏകനായിട്ടുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ്റെ പേരാണ് അൽ അമീൻ. അങ്ങനെ ഒരൊറ്റ ആളേ ഉള്ളൂ, അൽ അമീൻ, സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ. അത് ഈ ലോകം മുഴുവൻ നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നെപ്പറ്റി ഞാൻ തന്നെയാകുന്നു നിങ്ങൾ എന്ന് പ്രവാചകനോടാണ് പറയുന്നത്. അതായത് അള്ളാഹു തന്നെയാണ് ഞാൻ തന്നെയാണ് അള്ളാഹു എന്ന് പറയാൻ ഏക അധിപതിയായിട്ടുള്ള ഒരൊറ്റ പ്രവാചകനേ ഉള്ളൂ, അതായത് മുഹമ്മദ് നബി. എന്നിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഫലിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് ആലോചിക്കുമ്പോഴും നമ്മൾ വളരെ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂസ നബിയെ അംഗീകരിക്കാതെ ലോകത്തിൽ പറന്ന് നടന്ന മനുഷ്യൻ്റെ ജഡത്തെക്കുറിച്ചാണ് പറഞ്ഞ് നമ്മൾ അങ്ങ് കാട് കയറിയെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ ഈമാൻ്റെ ശക്തി കൂട്ടുവാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ തലച്ചോറിൽ ആ അവ്യക്തമായ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കാനാണ് റസൂൽ പറഞ്ഞത്. നിങ്ങളുടെ തലച്ചോറിൽ കണ്ണി കണ്ട വസ്തുക്കളെക്കുറിച്ചോ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ബേജാറാവുകയോ നിങ്ങളുടെ ധനത്തെക്കുറിച്ച് നിങ്ങൾ ബേജാറാവുകയോ അല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ബേജാറാവുകയോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ലത് ചെയ്യുക, അതുപോലെ തന്നെ റബ്ബിനെ സ്മരിക്കുക. എത്രമാത്രം സ്മരിച്ചോ അത്രമാത്രം നിങ്ങൾ റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവവികാസം. 6ാം സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ഒരു പരമ്പരയുടെ ഉള്ളിൽപ്പെട്ട ആൾ കാലാകാലം കടലിൽ അഴുകാതെ കിടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ എഴുതുന്നത് വരെ കിടക്കുക എന്ന് പറഞ്ഞാലുള്ള സത്യം ഞാൻ എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഒരിക്കലും തന്നെ അറിയില്ല. അത്രമാത്രം അറിവൊന്നും എനിക്കില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനെല്ലാം തമ്പനയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ഡേറ്റും പിന്നീട് അദ്ദേഹത്തിന് 1974 കിട്ടുന്ന പാസ്പോർട്ടും, എന്നിട്ട് സ്പെയിനിൽ ചില്ലിനുള്ളിൽ കിടക്കുന്നു ഇപ്പോഴും. ആ കിടക്കുന്ന കിടപ്പും ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ അധികം അറിയിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ദയവ് ചെയ്ത് ഒന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് നിങ്ങളുടെ മൊബൈലിൽ എൻ്റെ അപ്ഡേറ്റുകൾ ഉടനടി കിട്ടണമെങ്കിൽ എപ്പോഴും നിങ്ങൾ അലർട്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.